11:25 വരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പില്. അവളിവിടെ വൈകിട്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു 6 മണി വരെ, ഒരു 6:15 വരെയൊക്കെ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവൾ ഹാപ്പി ആയിരുന്നു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലപോലെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് പോയത്. അവിടെ ആ ചിരിച്ച മുഖമാണ് ലാസ്റ്റ് ഞാൻ കാണുന്നത്. പിന്നെ രാവിലെ ഈ ന്യൂസ് അറിയുമ്പോൾ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇത്രയും നാൾ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഇത്രയും നാൾ ഇതിൽ പിടിച്ചു നിൽക്കത്തില്ലല്ലോ. അതുല്യ ഒരു ബോൾഡ് വുമൺ ആണോ? തീർച്ചയായിട്ടും. ഈ നിങ്ങളുടെ ചാറ്റിൽ അവസാനം എന്താ പറഞ്ഞത് അഖിലയോട് അതുല്യ? ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസ്, അവള് കുറെ ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ചു എന്നെ കൊണ്ട്, നമുക്ക് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പൊ കളിയാക്കുകയും ചെയ്തു, ഇത്രയൊക്കെ വീടിന്റെ അകത്ത് നിന്നിട്ട് എന്തോ എടുക്കാൻ. അപ്പോൾ അവള് പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ അധികം, എപ്പോഴും റൂമിൽ തന്നെയാണ്. പുള്ളി അവധി കിട്ടുമ്പോൾ വെള്ളം അടിക്കുക, റൂമിൽ കിടക്കുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക. അല്ലാതെ അവളെ അങ്ങനെ പുറത്ത് കൊണ്ടുപോക്കും അങ്ങനെ ഒരു എൻജോയ്മെന്റ് ലൈഫൊന്നും അവർക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ഉപദ്രവം കൊള്ളാം ഇവിടെ നിൽക്കുന്നത്, നാട്ടിൽ പോവും എല്ലാരും പറഞ്ഞതാ. അവള് പക്ഷെ എത്ര പറഞ്ഞാലും പിന്നെയും പുള്ളി മാറുപടി. പുള്ളി ഒന്ന് സ്നേഹം കാണിക്കുമ്പോഴത്തേക്കും അവള് പിന്നെയും എല്ലാം ശരിയാവും, കുഞ്ഞിനെ ഓർത്തും. പുള്ളി അത്ര സ്നേഹിച്ചിരുന്നു അവള്. ഈ സതീഷിനെ പറ്റിയിട്ട് എന്താണ് അഖിലയോട് അതുല്യ പറഞ്ഞിട്ടുള്ളത്? എന്ത് ഇഷ്യൂ വന്നാലും അവൾ ആദ്യം എന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിലൊരു സിസ്റ്റർ ആ ഒരു രീതിയല്ല, ഫ്രണ്ട്സിനെ പോലെ. എന്തുണ്ടെങ്കിലും ആദ്യം എന്നെയാണ് വിളിക്കുന്നത്. ഇന്നലെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവളെ രാത്രി 11:25 വരെ സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. അതിനുശേഷം അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. സാധാരണ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ആദ്യം എന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ വെച്ച് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പോയി അവളെ വിളിച്ചിട്ട് വരും. ഇനി പോകരുതെന്ന് പറയും. അവൾ ഇവിടെ വന്ന് നിൽക്കും, ഇനി പോട്ടില്ല നാട്ടിൽ പോവാന്ന് പറയും. ഒരാഴ്ച ഇവിടെ നിന്ന് കഴിയുമ്പോൾ പുള്ളി പിന്നെയും വിളിക്കും, കരഞ്ഞ് കാല് പിടിക്കുമ്പോഴത്തേക്കും ഇവള് പിന്നെ ഒരു ചാൻസ് കൂടെ കൊടുക്കാം നന്നാവും എന്ന് പറഞ്ഞ് പിന്നെയും പോകും. ഇത് തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അഖില, ഈ അതുല്യയുടെ കാര്യങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഷോക്ക്ഡ് ആവുകയാണ്. കാരണം ഒരു വിവരം ഞങ്ങൾ അറിഞ്ഞത് സതീഷ് പോകുമ്പോൾ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് പോകുമെന്നും. ഇതൊക്കെ ശരിക്കും സംഭവിച്ചതാണോ അഖില? അതെ, ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴാണ് ഇവര് സ്റ്റുഡിയോയില്. അതിന് മുന്നേ ഇവര് ഈ പാർട്ടീഷൻ ഇതിൽ താമസിക്കുമായിരുന്നു. അപ്പം അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പം നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയും എന്ത് ചെയ്യാനായിട്ട് ഈ സംശയമാണ്. സ്റ്റുഡിയോയിൽ താമസിക്കുമ്പോൾ പോലും താക്കോല് പൂട്ടിയിട്ട് പോകും. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. പെൺകുട്ടികൾ പോലും ഫ്രണ്ട്സ് ഫോൺ വിളിക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ തന്നെ ഇപ്പൊ ഒരു ടൈമിൽ പുള്ളി കിടന്ന് ഉറങ്ങുകയോ എന്തെങ്കിലും ആണ്, എൻ്റെ വീട്ടിലോ എന്നെയോ ഒക്കെ പുള്ളി കുടിച്ചിട്ട് കിടക്കുന്ന സമയത്ത് വിളിക്കുമ്പം പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് തെറി വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരുപാട് അവൾ അനുഭവിച്ചു, ഒരുപാട്. അഖില, ഈ സതീഷ് മദ്യപാനം മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ അറിവില് മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ സാധാ ഒരു നോർമൽ മനുഷ്യന്റെ രീതിയല്ല. കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവള് പറയുന്നതാണ്, വെളുപ്പിനെ 4 മണിക്ക് വരെ എഴുന്നേറ്റിട്ട് പുള്ളി മദ്യപിക്കുക. അതും കുപ്പികൾ ഇങ്ങനെ തീർത്തിട്ടിരിക്കും. അത് മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കോ രീതിയാ പുള്ളിയുടെ കാര്യങ്ങൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ള, എന്റെ കല്യാണ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാ പലവട്ടവും. നമ്മളെല്ലാ ബന്ധുക്കളും ഇടപെട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞ് ഇവള് പിന്നെ ഇവള് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനൊരു ഇതിൽ എത്താൻ കാരണമായി. അഖിലയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ആത്മഹത്യയാണെന്നാണോ അതല്ല ഇതൊരു കൊലപാതകമാണോ? ഒരിക്കലും എന്റെ ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവൾ ഇത്രയും നാള് ഇത്രയും ഇങ്ങനെ അനുഭവിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവള് പലവട്ടവും പറയുമ്പോ അവളെന്റെ അടുത്ത് പറയും, എടി കുഞ്ഞിനെ ഓർക്കണ്ടേടി. പിന്നെ അത് കുഞ്ഞിന്റെ കാര്യം പറയുന്നെങ്കിലും എനിക്കറിയാം അവിടെ ഉള്ളിന്റെ ഉള്ളിൽ പുള്ളിയെ അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞിനെ പോലും വാരി കൊടുക്കാത്ത അവള്, ആ കുഞ്ഞിനെ അറിവുള്ള അവള് ഫുഡ് തന്നെ കഴിയും. പുള്ളിക്ക് വാരി കൊടുക്കണം ഫുഡ്, പുള്ളിക്ക് ബട്ടൺസ് ഇട്ട് കൊടുക്കണം, പുള്ളിയുടെ A to Z കാര്യങ്ങള്, ഇടുന്ന ഡ്രസ്സ് പോലും അവള് കയ്യിലെടുത്ത് കൊടുക്കണം.
ഇത് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് ഒരു വീഴ്ച വന്നാൽ അതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കും. വെറും എന്നിട്ട് കുടിക്കാതിരിക്കുന്ന സമയത്തും അടി ഉണ്ടാക്കും. കുടിക്കാതിരിക്കുന്ന സമയത്ത് അടി ഉണ്ടാക്കുന്ന വെറും നിസ്സാര കാര്യം എന്താ? നമുക്ക് തന്നെ അത്ഭുതം തോന്നി, ഇതൊക്കെ ഒരു റീസൺ ആണോ?